ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. വിശ്വാസമുള്ളവരാണെങ്കിൽ ദൈവം കൂടെയുണ്ട് എന്നൊരവബോധം അവർക്കുണ്ടാകും. സങ്കീർത്തനം 37:23 മനുഷ്യരുടെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരനാക്കുന്നു. ഏറ്റവും പ്രത്യാശ ഉളവാക്കുന്ന വചനഭാഗം തന്നെയാണിത്. സ്റ്റെപ്സ് ഓഫ് എ ഗുഡ് മാൻ ഈസ് ഓർഡേർഡ് ബൈ ഗോഡ്. വിശ്വാസമുള്ള നന്മയുള്ള ഒരുവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ദൈവം തന്നെയാണ്. അതിൻ്റെ അർത്ഥം ദുരന്തമോ സഹനമോ സങ്കടമോ ഉണ്ടാവുകയില്ല എന്നല്ല. ഉണ്ടാകും, പക്ഷേ ദൈവവും കൂടെ ഉണ്ടാകും, കരുതലായി കാവലായി. അങ്ങനെ ഒരു വിശ്വാസമില്ല എങ്കിൽ ഏതു ദുരന്തവും നാം ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. അതിനതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകില്ല. ഏതൊരു മനുഷ്യൻ്റെയും പാദങ്ങൾ നയിക്കുന്നത് കർത്താവാണെന്ന ആ വചനം നമുക്ക് ജീവിതത്തിൽ ഒരു മൂല്യമാക്കി മാറ്റാം. കാരണം നമ്മുടെ ജീവിത വഴികളിൽ ഇടർച്ചകളും പതർച്ചകളും തകർച്ചകളുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് നയിക്കുന്നത് ദൈവമാണ്. ഒടുവിൽ ദൈവം അനശ്വരമായ പർദീസയെ നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും, അവൻ്റെ വഴി നീതിയോടെ നാം ചരിച്ചാൽ. ബൈബിൾ ഒരുപാട് തെളിവുകൾ അതിന് തരുന്നുണ്ട്. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചവരെ ദൈവം കാത്തുപാലിക്കുന്നതായി. ആ യാത്രയുടനീളം ഏത് അപകടങ്ങളെ നേരിടാൻ വേണ്ടി ദൈവം തൻ്റെ ദൂതനയക്കുന്നതായി. തോബിയത്തിൻ്റെ പുസ്തകമെടുക്കുക. തോബിയത്ത് തൻ്റെ മകൻ തോബിയാസിനെ ദൂരദേശത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഒരാൾക്ക് ഏൽപ്പിച്ച പണം തിരികെ വാങ്ങാൻ 10 താലന്തുകളുടെ വെള്ളി. ഒരിക്കലും പരിചിതമില്ലാത്ത വഴിയാണ്, അപകടം നിറഞ്ഞ ദുരന്ത വഴിയാണ്. ആ പിതാവ് ആശങ്കയോടെയാണ് തൻ്റെ മകനെ പറഞ്ഞു വിടുന്നത്. ആ മകൻ്റെ അമ്മ അന്ന പോലും വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അനർത്ഥമുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് എന്നും അവൾ കാത്തിരിക്കുന്നുണ്ട്. അന്ന എന്ന വാക്കിൻ്റെ അർത്ഥം കൃപയെന്ന. ഈ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് കൃപ ഈ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ വഴിയിൽ ദൈവം ഒരു കാവൽ ദൂതനെ അവന് നൽകുന്നു, വിശുദ്ധ റാഫേൽ. ആ റാഫേൽ എന്ന ദൂതനിലൂടെയാണ് തോബിയാസ് തൻ്റെ യാത്ര ആരംഭിക്കുന്നത്. എല്ലാ അപകടങ്ങളും നേരിട്ടുകൊണ്ട് റഘുവേലിൻ്റെ ഭവനത്തിലെത്തുന്നത്. ഒടുവിൽ പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെപ്പോലും അതിജീവിച്ചുകൊണ്ട് റഘുവേലിൻ്റെ മകൾ സാറയെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയിട്ട് അവൻ്റെ സമ്പത്ത് പോലും കരഗതമാക്കിക്കൊണ്ട് തിരികെ വരുന്നത്. തോബിയാസിൻ്റെ ജീവിത വഴിയിൽ ദൈവം കാവദൂതനയച്ചു. അവൻ്റെ പാദങ്ങളെ ദൈവം സംരക്ഷിച്ചു. അവൻ ദൈവത്തിൻ്റെ നീതി ചരിച്ചതുകൊണ്ട്. അബ്രഹാം വാർദ്ധക്യത്തിലായപ്പോൾ ഒരു ദൂതനെ അവൻ്റെ ചാർച്ചക്കാരൻ്റെ പക്കലേക്ക് അയക്കുന്നുണ്ട്. കാരണം അവൻ്റെ മകൻ വിവാഹപ്രായമായി, സാറാ മരിച്ചു, അവനും മരിക്കാൻ പോകുന്നു. ഇനി തൻ്റെ മകനൊരു വധുവിനെ വേണം. അങ്ങനെയാ ലാബാൻ്റെ അടുത്തേക്ക്, ചാർച്ചക്കാരുടെ അടുത്തേക്ക് ഒരു ഭൃത്യനെ അയക്കുന്നത്. ഒരുറപ്പുമില്ലാത്ത കലുഷിതമായൊരു വഴി തന്നെയാണ്. 500 മൈലോളം ദൂരമാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലുണ്ട് ഈ യാത്രയെക്കുറിച്ച്. ദൈവത്തിൻ്റെ പ്രീതിയിൽ ജീവിച്ച അബ്രഹത്തിൻ്റെ ആ ഭൃത്യൻ വഴിയിലേക്ക് ആശങ്കപ്പെടുന്നില്ല. കാരണം ദൈവം നയിക്കുന്ന വഴിയാണെന്ന് ആ ഭൃത്യൻ അറിയാമായിരുന്നു. ഒടുവിൽ പട്ടണത്തിന് പുറത്ത് വെള്ളമുള്ളൊരു കിണറ്റിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ആ ഭൃത്യൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. യജമാനൻ്റെ പ്രീതി സ്വീകരിച്ച ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ കിണറ്റിൻകരയിലേക്ക് വരുന്ന പെൺകുട്ടികളോട് എനിക്ക് കുടിക്കാൻ തരികയെന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ ഒട്ടകത്തിനും കുടിക്കാൻ തരുന്ന പെൺകുട്ടിയായിക്കൊള്ളട്ടെ.
അബ്രാഹത്തിൻ്റെ മകൻ്റെ ഭാര്യയാകാൻ നീ തിരഞ്ഞെടുത്ത. പ്രാർത്ഥന തീർന്നപ്പോൾ തന്നെ കുറേയധികം പെൺകുട്ടികൾ തോളിൽ മൺകടവുമായിട്ട് വന്നു. അവൻ ചോദിച്ചു. അവൻ റെബേക്ക മുന്നോട്ട് വന്ന് അവന് വെള്ളം കൊടുത്തു, ഒട്ടകത്തിന് വെള്ളം കൊടുത്തു. അവൻ ആഗ്രഹിച്ചതൊക്കെ വഴിയിൽ വെച്ച് ദൈവം നിവൃത്തീകരിച്ചു കൊടുത്തു. ഒടുവിൽ ഈ റബേക്കയുടെ സഹോദരൻ ലാബാൻ്റെ മുമ്പിൽ ഇബത്തിൻ തൻ്റെ വഴിയിൽ സംഭവിച്ച എല്ലാ വഴികളെയും കുറിച്ച് തുറന്നു പറയുമ്പോൾ ലാബാൻ പോലും പറയുന്നുണ്ട്, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ ദോഷങ്ങളെക്കുറിച്ച് പറയാൻ ഞങ്ങൾ ആരാ? ഇതാ റബേക്ക, കൊണ്ടുപോയിക്കൊള്ളുക. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അബ്രഹത്തിൻ്റെ മകൻ്റെ ഭാര്യയാക്കിക്കൊള്ളുക. ഒരുറപ്പുമില്ലാത്തൊരു വഴിയിലേക്ക്, 500 മൈലോളം ദൈർഘ്യമുള്ള വിജനമായൊരു നാട്ടിലേക്ക് പോയ അബ്രഹത്തിൻ്റെ വഴിയുടെ ദൈവം നയിച്ചു. കാരണം ദൈവം അവൻ്റെ കൂടെ ഉണ്ടായി. ഇസ്രായേൽ ജനത്തെ ഓർക്കുക, ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലേക്ക് മോശ നയിച്ചു കൊണ്ടിരിക്കുക. 40 വർഷം അവൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തത്. എങ്ങനെയാണ് ഒരാൾക്ക് 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാനാവുക? ദൈവത്തിൻ്റെ ഇടപെടലില്ല എങ്കിൽ. വിശന്നപ്പോൾ മഞ്ഞ കൊടുത്തു, ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, ചൂടുള്ളപ്പോൾ മേഘം കൊണ്ട് തണുപ്പ് കൊടുത്തു, രാത്രിയിൽ തണുപ്പ് വന്നപ്പോൾ അഗ്നി മേഘം കൊണ്ട് അവരെ സംരക്ഷിച്ചു. അത് രാത്രിയുടെ നീളം അവരുടെ ജീവിതത്തിൽ ദൈവം കാവദൂതനെ പോലെ നിന്നു. ഒടുവിൽ വാഗ്ദത്ത ഭൂമിയിൽ അവരെത്തി. ഏതൊരു ക്രൈസ്തവ ജീവിതത്തിലും ഉണ്ടാകേണ്ട തിരിച്ചറിവാണിത്. നമ്മളും ഒരു വഴിയാത്രയിലാണ്. നിത്യതയിലെത്തുമ്പോഴും ഈ ജീവിതത്തിൻ്റെ കലുഷിതകളെ നേരിടാൻ നാം തിരിച്ചറിയണം, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്, ദൈവമാണ് എല്ലാം നയിക്കുന്നതെന്ന് ഓർക്കുകയാണ്. ഒരു ബിസിനസ്സുകാരൻ പ്ലെയിൻ യാത്രയിലായിരുന്നു. തൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു കൊച്ചുകുട്ടി, 2-3 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയാണ്. നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അവിടെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഒരുപാട് പടങ്ങളുള്ള പുസ്തകങ്ങളാണ്. ആ പടങ്ങളിലായ ആ കുട്ടി കളറ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കുട്ടിയെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ഇയാൾക്ക് തോന്നി. കാരണം അയാൾക്കും ഇതേ പ്രായത്തിലൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. പതിയെ ഈ മനുഷ്യൻ ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ആരംഭിച്ചു. പേരെന്താണെന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് ചുറ്റും നോക്കിയപ്പോൾ കുഞ്ഞുകുട്ടിയുടെ മാതാപിതാക്കളെ ആരെയും കണ്ടില്ല. ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നി. പക്ഷേ ആ കുട്ടിയോടത് ചോദിച്ചില്ല, അവളെ ഭയപ്പെടാതിരുത്താൻ. പക്ഷേ ഈ യാത്രയുടനീളം അവളെ സംരക്ഷിക്കാൻ വേണ്ടി ജാഗ്രതയോടെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറേ ദൂരം പ്ലെയിൻ യാത്ര ചെയ്തു. പെട്ടെന്ന് കാലാവസ്ഥ പ്രതികൂലമായി. പ്ലെയിൻ ഉലയാൻ ആരംഭിച്ചു. പൈലറ്റ് വിളിച്ചു പറഞ്ഞു, എല്ലാവരും അവിടെ സീറ്റുകൾ പോയിരിക്കുക, ബെൽറ്റ് ഇടുക, മോശപ്പെട്ടൊരു കാലാവസ്ഥയിലൂടെ നാം യാത്ര ചെയ്യുന്നത്. 1/2 മണിക്കൂറോളം വളരെ മോശം കാലാവസ്ഥയായിരുന്നു. പലരും ഭയപ്പെട്ട് കരയാൻ ആരംഭിച്ചു. ഈ മനുഷ്യൻ പോലും ഭയന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ആ കുട്ടിയാകട്ടെ യാതൊരുവിധ അസ്വസ്ഥതയും കാണിക്കാതെ പുഞ്ചിരിയോടെ തൻ്റെ കളർ പുസ്തകത്തിലെ പടങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞ് പ്ലെയിൻ ശാന്തമായപ്പോൾ പൈലറ്റ് പറഞ്ഞു, ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായെന്ന്. ആശ്ചര്യത്തോടെ ഈ മനുഷ്യൻ ആ കുട്ടിയോട് ചോദിച്ചു, ഞങ്ങൾ മുതിർന്നവർ കലുഷിതം ഈ അവസ്ഥയിൽ ഒരുപാട് ആശങ്കപ്പെട്ടു, ഭയന്നു, ചിലർ കരഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ നീ ഒരിക്കലും അസ്വസ്ഥപ്പെടുന്നത് കണ്ടില്ല. ഇത്രയ്ക്ക് ധീരത നിരക്കപ്പെടുന്നത് കിട്ടി. ചിരിച്ചുകൊണ്ട് നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ ആ കുട്ടി പറഞ്ഞു, ഈ പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് എൻ്റെ ഡാഡിയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എന്നെ വീട്ടിൽ എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് നിയന്ത്രിക്കുന്നത് എൻ്റെ ഡാഡിയാണ്. ഇതാണ് വിശ്വാസം. ഏതൊരുവൻ്റെ ജീവിതത്തിലും കലുഷിതകളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും. എന്നാൽ ഈ ജീവിതം നയിക്കുന്നത് ദൈവപിതാവാണെന്നൊരു തിരിച്ചറിവിൻ്റെ വെട്ടം വേണം. അവർ ഏതു ദുരന്തങ്ങളിലൊരു പുഞ്ചിരിയോടെ മുന്നോട്ട് പോകും. കരയില്ല, സങ്കടപ്പെടില്ല, കുറ്റം വിധിക്കില്ല. കാരണം നയിക്കുന്നവൻ ദൈവമാണ്. അവൻ നിത്യത ഭവനത്തിൽ നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല. കിടക്കുന്ന നിത്യ ജ്ഞാനികളെ നോർക്കുക. ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ യാത്ര ആരംഭിച്ചത്, രക്ഷകനെ കാണാൻ. വഴിതെറ്റിപ്പോവുക പോലും ചെയ്യുന്നുണ്ട്. മോശപ്പെട്ട ശത്രുപാളയത്തിലാണ് അവർ ആദ്യം എത്തുന്നത്, ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ. എന്നിട്ടും
അവരുടെ പാദങ്ങൾ നയിച്ചത് ദൈവമായതുകൊണ്ട് ആ വഴിതെറ്റിനൊടുവിൽ ശരിയായ വഴിയിലൂടെ അവർ എത്തി. നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ രക്ഷകനെ കണ്ടു സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അതെ, ഒരുപാട് വ്യക്തികൾ ഇങ്ങനെയാണ്. എലിയ പ്രവാചകൻ കർത്താവിൻ്റെ മലയിലേക്ക് യാത്ര ചെയ്തപ്പോൾ മരുഭൂമിയിലൂടെ 40 ദിവസം തളർന്ന് യാത്ര ചെയ്ത് ഒരു ചെടിയുടെ മുമ്പിൽ കടന്നുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ട്. ദൈവമേ, ഞാൻ എൻ്റെ പൂർവികരെക്കാൾ ശ്രേഷ്ഠനല്ല, എൻ്റെ ജീവൻ എടുക്കണമേ എന്ന്. എന്നിട്ടും ദൈവം അവനെ സംരക്ഷിച്ചു. അവന് അപ്പവും വെള്ളവും കൊടുത്തു ദൂതരിലൂടെ. അങ്ങനെ അവൻ ആ 40 ദിവസത്തെ മരുഭൂമി യാത്ര പൂർത്തിയാക്കി കർത്താവിൻ്റെ മലയിലെത്തി. യോനാ പ്രവാചകൻ പല വഴിയിലൂടെ ഇറങ്ങിപ്പോയവനാ. എന്നിട്ടും ദൈവം അവൻ്റെ പാദങ്ങളെ നയിച്ചൊടുവിൽ നിനവയിലെത്തിച്ചു. അനേകരെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിച്ചു. എമാവസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ നമുക്കറിയാം. വിശ്വാസം മറന്ന് ജെറുസലേമിൻ്റെ ആ രക്ഷയുടെ നഗരം വിട്ടുകൊണ്ട് എമാവസിലേക്ക് പോയിട്ടും യേശു വന്നു സഹയാത്രകനായി. വചനം വ്യാഖ്യാനിച്ച് വിശ്വാസത്തിലേക്ക് നയിച്ച് അവരെ തിരികെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വഴി നാം ചരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ പരിപാലിക്കുക തന്നെ ചെയ്യും. ദൈവാവബോധം നമുക്കുണ്ടാകണം. ഓർക്കുകയാണ്, എഡ്വിൻ എന്നൊരു സഹോദരൻ, എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പങ്കുവെച്ച് വല്ലാതെ ആശ്ചര്യപ്പെട്ട ഒരു ജീവിതാനുഭവമാണ്. 8 മക്കളാണ്. അതിൽ ഒരാൾ വൈദികനാണ്, കർമ്മലത്ത സഭയിലെ ഒരു വൈദികൻ. 2 സഹോദരിമാർ സിസ്റ്റേഴ്സാണ്. നല്ല പ്രാർത്ഥന ചൈതന്യമുള്ള ഒരു കുടുംബത്തിൽ അംഗം തന്നെയായിരുന്നു എഡ്വിൻ. ചെറുപ്പം മുതൽ ചെറിയ രോഗം അവനുണ്ടായി. ബ്ലഡിൽ SR ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോയിൻസിലൊക്കെ മാരകമായ വേദനയുണ്ടാകും. ചില ഇഞ്ചക്ഷൻ എടുക്കണം. പെൻഡ്യൂർ എന്ന ആ ഇഞ്ചക്ഷൻ്റെ പേര്. എല്ലാ 21 ദിവസം കഴിയുമ്പോഴും ഇതെടുക്കണം. ഡോക്ടർ ഒരിക്കൽ അപ്പനോട് പറയുന്നത് അവൻ കേട്ടു. ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരിക്കലും മുടങ്ങാതെ ഇഞ്ചക്ഷൻ എടുത്താൽ വേദന എന്ന് ശമനമുണ്ടാകുമെന്ന്. അവൻ്റെ 21ാമത്തെ വയസ്സിൽ അപ്പം മരിച്ചു. പിന്നെ അവൻ അതെടുത്തിട്ടില്ല. കുർബാനയായിരുന്നു അവൻ്റെ പ്രാർത്ഥനയുടെ കരുത്ത്. ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് ഇഞ്ചക്ഷനില്ലാതെ അവൻ മുന്നോട്ട് പോയി. വേദനകളും ഉണ്ടായില്ല. എന്നാൽ ദൈവത്തോട് ചോദിക്കാതെ പല സംരംഭങ്ങളിൽ അവൻ പെട്ടു. ഒരു പലചരക്ക് കടക തുടങ്ങി. അതും പലിശയ്ക്ക് കാശെടുത്ത് പതിയെ കടം പെരുകി 16 ലക്ഷത്തിൻ്റെ കടബാധ്യതയിലായി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കടക്കാർ വന്ന് ഭക്ഷണമുണ്ടാക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം കടയിൽ വന്നിട്ട് ചോദ്യം ചെയ്തപ്പോൾ ആ കടയുടെ കീ അയാൾക്ക് കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നു. അവന് മുന്നോട്ട് പോകാനുള്ള വഴി, ഏക ആശ്രയം പോലും അടഞ്ഞുപോയി. പെട്ടെന്ന് തോന്നിയത് ആത്മഹത്യ ചെയ്യണമെന്ന്. പക്ഷേ നല്ല വിശ്വാസത്തിൻ്റെ ഭദ്രതയുടെ കുടുംബമായതുകൊണ്ട് ആ വിവേകമൊന്നും അവൻ ചെയ്തില്ല. പിന്നെ ചിന്തിച്ചു, നാട് വിട്ടു പോകാം, കടബാധ്യതയുടെ ഭാരം താങ്ങാനാകാതെ. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കലൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. നല്ല മഴയുണ്ട്. മഴയിൽ നനഞ്ഞുകൊണ്ട് തന്നെ ബസ്സിൽ കയറി. അവൻ്റെ മുഖത്തെ മ്ലാനത കണ്ട് തൊട്ടടുത്തിരുന്നൊരു മുസ്ലിം സഹോദരൻ ചോദിച്ചു, നിനക്കെന്ത് പറ്റി? എന്തെന്നില്ലാത്ത ആശങ്കയും അസ്വസ്ഥതയും മുഖത്തുണ്ടല്ലോ. വെങ്ങിപ്പൊട്ടിക്കൊണ്ട് അവൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, കടക്കെണികൾ ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ മുസ്ലിം സഹോദരൻ പറഞ്ഞു, കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ എല്ലാം വിട്ട് ഓടിപ്പോന്നവനാണ് ഞാൻ. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ? നിങ്ങൾക്ക് നല്ലൊരു ദൈവമില്ലേ? ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ദൈവം പ്രവർത്തിക്കും. ഒരു പ്രവാചന സ്വരം ആയിട്ടാണ് എഡ്വിൻ അത് കേട്ടത്. എവിടെയോ ആ മുസ്ലിം സഹോദരൻ ഇറങ്ങിപ്പോയി. ഇവൻ മടങ്ങിപ്പോയി. പിന്നെ കൂലിപ്പണി ആരംഭിച്ചു. കാരണം ആ മുസ്ലിം സഹോദരൻ പറഞ്ഞ വാക്ക് അവനൊരു കരുത്ത. 24 മണിക്കൂറിനുള്ളിൽ നിൻ്റെ ദൈവം പ്രവർത്തിക്കും. പിന്നെ അവൻ നിരാശപ്പെട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ മാനേജറായ ഉദ്യോഗക്കയറ്റം കിട്ടി. വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് അവനതിൻ്റെ പാർട്ട്ണറായി സാമ്പത്തികമായിട്ട് ഒരുപാട് വളർന്നു. കുടുംബത്തിൽ ഭദ്രതയുണ്ടായി. പക്ഷേ ഒരുപാട് ബിസിനസ് കാര്യങ്ങളിൽ മയങ്ങി ജീവിച്ചതുകൊണ്ട് പ്രാർത്ഥന മറന്നു, ദൈവത്തിൽ നിന്ന് അകന്നുവെന്നൊരു തോന്നലുണ്ടായപ്പോൾ ആ ഷോപ്പ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവൻ വീണ്ടും ദൈവത്തിൻ്റെ പിന്നാലെ പോയി. ദൈവത്തെ മാത്രം സേവിക്കാൻ ഇപ്പോഴവൻ ചുറ്റൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ശുശ്രൂഷകനാണ്. നോക്കുക, ദൈവത്തിൻ്റെ പരിപാലനയിൽ നടന്നവൻ, അവൻ്റെ പാദങ്ങളെ നയിച്ചത് ദൈവമാണ്. ആ ഒരു അവബോധം നമുക്ക് വേണം.
ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നൊരു തിരിച്ചറിവാണ്. നമുക്കറിയാം, യാക്കോബ് എല്ലാം നഷ്ടപ്പെട്ട് ഹാരാനിലേക്ക് പോയപ്പോൾ ലൂസ് എന്ന പട്ടണത്തിലുണ്ടായ ദർശനം ഓർമ്മയില്ലേ? സ്വർഗീയ ഗോവണി, ദൈവം താഴേക്ക് ഇറങ്ങുന്നതിൻ്റെ അടയാളം കണ്ടിട്ട് അവൻ പറഞ്ഞതെന്താ? ദൈവം ഇവിടെയുണ്ടെന്ന. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവം കൂടെയുണ്ടെന്ന അവബോധമാണ് എല്ലാ പ്രശ്നങ്ങളെയും ദുരന്തങ്ങളും അതിജീവിച്ച് വിജയിയായിട്ട് തിരിച്ചു വരാൻ അവന് കരുത്ത് കിട്ടിയത്. ദൈവം എല്ലായിടത്തും ഉണ്ട്. ദേവാലയത്തിൽ മാത്രമാണോ? ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയാനാവണം. ആ തെരുവിലാണ് യാക്കോബ് ദൈവത്തെ കണ്ടത്. എങ്കിൽ ചുറ്റും ദൈവമില്ലേ? ആ സമരിയക്കാരി സ്ത്രീ ഒരു കിണറ്റിൻകരയിൽ യേശുവോട് സംസാരിച്ചു. അവിടെ വെച്ച് അവൾ തിരിച്ചറിഞ്ഞു യേശു മിശിഹായാണെന്ന്. ആ കിണറ്റിൻകര ഒരു ബഥേലല്ലേ? ദൈവത്തിൻ്റെ ഭവനമല്ലേ? സക്കീവൂസ് മരത്തിൻ്റെ മുകളിൽ വെച്ച്, സിക്കമോർ മരത്തിൻ്റെ മുകളിൽ വെച്ചാണ് യേശുവിനെ കണ്ടത്. യേശു അവൻ്റെ വീട്ടിൽ വന്നു, അത്താഴം കഴിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം ആ മരം, സിക്കമോർ മരം ഒരു ബഥേലല്ലേ? നഥാനിയേൽ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് യേശുവിനെ കണ്ടത്. യഥാർത്ഥ ഇസ്രായേൽക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് യേശു അവൻ അഭിസംബോധന ചെയ്തപ്പോൾ അത്തിവൃക്ഷം സത്യത്തിൽ ഒരു ബഥേൽ അനുഭവമല്ലേ? നഥാനിനെ സംബന്ധിച്ചിടത്തോളം മത്തായി ചന്തസ്ഥലത്തിരിക്കുകയായിരുന്നു. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് മാത്രം വ്യാകുലപ്പെടുന്ന ഇടമാ ചന്തസ്ഥലം. അവിടേക്കാണ് യേശു കടന്നു വന്നിട്ട് നീ എൻ്റെ ശിഷ്യനാകാൻ പറഞ്ഞത്. മത്തായെ സംബന്ധിച്ചിടത്തോളം അതുപോലും ബഥേൽ അനുഭവമായിട്ട് മാറി. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വഴി ഒരു ദൈവാനുഭവമായിട്ട് മാറി. ഡമാസ്കസിലേക്ക് പോയ പൗലോസിന് ആ വഴി ദൈവാനുഭവമായിട്ട് മാറി. അതെ, എല്ലായിടത്തും ദൈവമുണ്ട്. തെരുവിലും കിണറ്റിൻകരയിലും വൃക്ഷത്തിൻ്റെ മുകളിലും ചുവട്ടിലുമൊക്കെ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. ദൈവം നമ്മളെ നയിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പലപ്പോഴും കഴിയാത്തത് നമ്മുടെ ഹൃദയം ശുദ്ധമാകാത്തത് കൊണ്ടാണ്. ഓർക്കുകയാണ്, ഒരു മനുഷ്യൻ അവനൊരാഗ്രഹമുണ്ടായി, യഥാർത്ഥ ഗുരുവിനെ കാണണം. അന്വേഷണത്തിലാണ്. വഴിയിൽ വെച്ചൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന വൃദ്ധനായ മനുഷ്യനോട് ചോദിച്ചു. ഒരു യഥാർത്ഥ ഗുരുവിനെ അന്വേഷിച്ചുള്ള യാത്രയിലാണ്. എവിടെ കാണാൻ പറ്റും? എന്താണ് അടയാളം? വൃദ്ധൻ പറഞ്ഞു, യഥാർത്ഥ ഗുരുവിന് 2 അടയാളം ഉണ്ടാവും. ഒന്ന്, അയാൾ വൃക്ഷച്ചുവട്ടിലായിരിക്കും. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു ധവളപ്രകാശവും ഒരു കസ്തൂരിയുടെ സുഗന്ധവും ഉണ്ടാവും. ഈ അടയാളം അന്വേഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ യാത്രയായി. എവിടേക്ക് ഗുരുവുണ്ടെന്ന് കേൾക്കുന്നു അവിടേക്കൊക്കെ ഇയാൾ പോകും. എന്നാൽ ചിലപ്പോൾ ആ ഗുരുവൃക്ഷ ചുവട്ടിലായിരിക്കില്ല. ചിലപ്പോൾ ധവളപ്രകാശമോ കസ്തൂരിയുടെ സുഗന്ധമോ അനുഭവിക്കില്ല. അങ്ങനെ യാത്ര തുടർന്നു. ഒടുവിൽ 20 വർഷം കഴിഞ്ഞു. നിരാശയോടെ അയാൾ നടന്നു വരുമ്പോൾ വൃക്ഷച്ചുവട്ടിൽ ഒരു മനുഷ്യനെ കാണുക. അടുത്തേക്ക് ചെന്നപ്പോൾ നോക്കട്ടെ, ആ മനുഷ്യൻ്റെ ചുറ്റും ഒരു ധവളപ്രകാശം, ചുറ്റും കസ്തൂരിയുടെ സുഗന്ധം. സന്തോഷമായി, ഇത് തന്നെ ഗുരു. അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത് 20 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവാണെന്ന് ആരെന്ന് പഠിപ്പിച്ച ആ വൃദ്ധനാണ് അവിടെ ഇരിക്കുന്നത്. സങ്കടത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ആ 20 വർഷം മുമ്പ് നിങ്ങളാണ് ഗുരുവെന്ന് പറഞ്ഞില്ല? എൻ്റെ 20 വർഷം എന്തിനാണ് പാഴാക്കിയത്? ചിരിച്ചുകൊണ്ട് ആ വൃദ്ധൻ പറഞ്ഞു, അപ്പോഴും ഞാൻ വൃക്ഷച്ചുവട്ടിലായിരുന്നു. അപ്പോഴും എൻ്റെ ചുറ്റും ധവളപ്രകാശവും കസ്തൂരിയുടെ സുഗന്ധവും ഉണ്ടായിരുന്നു. പക്ഷെ നീ കണ്ടില്ല. 20 വർഷത്തെ അലച്ചിലുകൾ നിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ കാണുന്നു, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട്. അതെ, ക്രിസ്തു പറഞ്ഞില്ലേ, ഹൃദയശുദ്ധിയുള്ളവ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയോടെ നന്മയുടെ വഴിയെ യാത്ര ചെയ്താൽ ദൈവമാണ് നമ്മുടെ വഴിയെ നയിക്കുന്നതെന്ന വെട്ടം നമുക്ക് കിട്ടും. നമ്മുടെ ചുറ്റുപാടുകളിൽ അവൻ്റെ സ്വരം നമുക്ക് കേൾക്കും. അവൻ്റെ സാന്നിധ്യ അനുഭവം കൊണ്ട് നമ്മൾ ആത്മധൈര്യമുള്ളവരാകും. ദൈവത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്താൽ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ നമുക്കാകുമെന്ന് തിരിച്ചറിയാനാകണം. സങ്കീർത്തനം 37:23. മനുഷ്യരുടെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. കുരിശിൽ ആ കള്ളൻ പോലും വേദനയുടെ നടുവിൽ കണ്ടു ആ കർത്താവിനെ. നിരാശപ്പെട്ട് മരിക്കേണ്ടവൻ ആ കർത്താവിനെ കണ്ടുകൊണ്ട് പറഞ്ഞു, പർദീസിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. മരണത്തിന് മുമ്പിൽ പോലും, ഏത് ദുരന്തത്തിൻ്റെ പടുകുടിയിൽ പോലും നമുക്ക് കർത്താവിനെ കാണാനാകും. അവൻ നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും. നിരാശപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ബഥേൽ, ദൈവാനുഭവം നമ്മുടെ ചുറ്റുമുണ്ട്. ദുരന്തങ്ങളുണ്ടായിക്കൊള്ളട്ടെ,
സങ്കടങ്ങളുണ്ടായിക്കൊള്ളട്ടെ, രോഗങ്ങളുണ്ടായിക്കൊള്ളട്ടെ, എങ്കിലും ദൈവത്തിൻ്റെ താങ്ങുബലം നമ്മുടെ കൂടെയുണ്ട്. പ്രത്യാശയോടെ നമുക്ക് നടക്കാം. ബൈബിളിൽ ഒരുപാട് വ്യക്തികൾ അവിടെ യാത്രയുടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചില്ലേ? നോക്കുക, അബ്രഹാം, ഓർമ്മിക്കുക മോശ, ഇസ്രായേൽ ജനം. എന്തിന്? എല്ലാ മനുഷ്യരുടെയും ജീവിതയാത്രയിൽ ദൈവം അവർക്ക് കരുത്തായി പ്രതിസന്ധികൾ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തും ഊർജവും നൽകി. അവർ വിജയിക്കുക തന്നെ ചെയ്തു. സ്വന്തം മകനുമായിട്ട് അബ്രഹാം മോറിയ മലയിലേക്ക് പോയെങ്കിലും ദൈവം കൂടെ ഉണ്ടായി ആ ബലിയിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ. 40 വർഷം മോശിസ് ജനവുമായിട്ട് പോയപ്പോൾ ദൈവം കൂടായി ഉണ്ടായതുകൊണ്ടാണ് ആ ത്യാഗത്തിൻ്റെ 40 വർഷങ്ങൾ വിജയമാക്കി മാറ്റാൻ അവന് കഴിഞ്ഞത്. നമ്മളും ഒരു ചെറിയ യാത്രയിലാണ്. ഈ സങ്കടങ്ങളുടെ, സഹനങ്ങളുടെ മരുഭൂമി യാത്രയിലൂടെ സ്വപ്നസുന്ദരമായ പർദീസയിലേക്ക്. ഓർക്കുക, ദൈവമാണെല്ലാം നിയന്ത്രിക്കുന്നത്. അവൻ്റെ കരം നിയന്ത്രിക്കുന്നത് കൊണ്ട് ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട. ആ കുഞ്ഞിൻ്റെ ആത്മവിശ്വാസം, ആ കുഞ്ഞിൻ്റെ വിശ്വാസം നമുക്ക് കരുത്തായിട്ട് മാറട്ടെ. നയിക്കുന്ന പൈലറ്റ് എൻ്റെ ഡാഡിയാണ്. ആ ഡാഡി എന്നെ വീട്ടിലെത്തിച്ചുകൊള്ളും. അതെ, ഈ ആത്മീയ യാത്രയിൽ നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പിതാവായ ദൈവമാണ്. അവിടുന്ന് നമ്മളെ പർദീസയിലെത്തിക്കുക തന്നെ ചെയ്യും. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായിട്ട് മാറട്ടെ. നമ്മുടെ പാദങ്ങൾ നയിക്കുന്നത് നമ്മുടെ കർത്താവാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.